അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവേ, ഞാൻ നിന്നെ പ്രകീർത്തിക്കും. മൃതിയാത്തവനെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥാ, നിന്നെ നമിക്കുന്നു. അവന്റെ നാമം ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയിക്കുന്നു. ദുഷ്ടരുമിടയിൽ ശിഷ്ടരുമൊരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുവാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചതിനെ കയ്യിൽ വച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാം നൽകണമുദ്ധാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശോദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കടലിടമൊഴിച്ചെന്നും അതിലുള്ളവരോ നാഥന പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഭിലേഷൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും ബ്രഹ്മാണ്യം കീർത്തനമെന്നും ഞങ്ങളടയ്ക്കുന്നു. ആദിമുതൽ എന്നേക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരൻ ജോസഫിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനസ്സുരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടി ഇയാളെ തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യങ്ങളെ സന്ദർശിക്കുകയും കാരണങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിഞ്ഞ മരിച്ചവർ ഉയർത്തിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ട മോഹനത്തിൽ അറിയപ്പെട്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചാർജൻ ശ്രീ KT ജോസഫ് മക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തമായ മാതൃകയും അഭിമാനവും പ്രചോദനമായിരുന്നു. വിവിധങ്ങളായ വിശേഷം പറയുവാനുണ്ടെങ്കിലും സഭയുടെ മൂലം 5 വ്യക്തികളിൽ മാത്രം സംക്ഷിപ്തമായി പറഞ്ഞുകൊള്ളട്ടെ. മക്കളായ ഞങ്ങൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് പുറമെ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് അച്ചാച്ചൻ്റെ പങ്ക് നിർണായകമായിരുന്നു. സാമ്പത്തിക ക്ലേശം മൂലം കുടുംബത്തിൽ പലർക്കും വിദ്യാഭ്യാസം ക്ഷണിച്ചപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ക്ലേശ മധ്യത്തിലും വിദ്യാഭ്യാസം എടുക്കുന്ന അച്ചാച്ചൻ പ്രത്യേകം ശ്രദ്ധയും ജാഗ്രതയും കരുതലും നൽകി.
രണ്ടാമതായിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി പൊതുപ്രവർത്തനത്തിന് പ്രചോദനം നൽകി മാതീയ അച്ചാച്ചനാണ്. എന്നെ സംബന്ധിച്ചോളം പൗരത്വത്തിലേക്ക് പിടിക്കും സാമൂഹ്യ സേവനത്തിന് പ്രചോദനമിത് അച്ചാച്ചനാണ് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മൂന്നാമതായിട്ട് മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശീലം ഉപേക്ഷിക്കുവാൻ അച്ചാച്ചൻ്റെ നിർദ്ദേശവും ഉച്ചയുമാതിരിയും ഞങ്ങൾക്ക് ഏറ്റവും സഹായകരമായി. നാലാമതായിട്ട് അധികാരികളുടെ അനുസരണവും വിധേയത്വവും പ്രചോദനം നേടി. സർവോപരി ദൈവിക പരിപാലനയിൽ ആശ്രയവും പ്രതികൂല സാഹചര്യം തന്നെ ചെയ്യാനുള്ള ധൈര്യവും അച്ചാൽ നൽകിയുണ്ടായി. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നന്ദിയുടെ ഏതാനും വാക്കുകൾ. കോട്ടയം അതിരൂപതാധ്യക്ഷ അഭിമന്യ മാത്യു മോളുക്കട്ട് മെത്രാപ്പൊലീത്ത ഒത്തിരി ത്യാഗം സഹിച്ചാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. തിരക്കിട്ട അമേരിക്കൻ പ്രോഗ്രാം കഴിഞ്ഞ് ഇന്നലെയാണ് കോട്ടയത്ത് എത്തിച്ചേർന്നത്. പിതാവ് ഇന്നത്തെ പ്രോഗ്രാം മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റി ഇവിടെ വന്നു ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതിനും അതുപോലെ മുമ്പ് ഈ കണ്ണൂർ ഭാഗത്ത് വരുന്ന അവസരങ്ങളെല്ലാം വീട്ടിൽ വന്ന ചാച്ചനെ കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അഭിമന്യ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലീത്തയ്ക്ക് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. സഹായമെത്രാൻ അഭിമന്യ ജോസഫ് പട്ടാശി പിതാവ് ഇത് വീട്ടിലെത്തി തിരുക്കർമ്മ നേതൃത്വം വഹിച്ചതിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്ത അഭിമന്യ ജോർജ് വലിയ പിതാവ് ഇന്നലെ വൈകിട്ട് വീട്ടിലെത്തി പ്രാർത്ഥിക്കുകയും ആശ്വാസ സന്ദേശം നൽകുകയും ചെയ്തതിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. കോട്ടയം അതിരൂപതയുടെ മുൻ വികാരിയാളും കപ്പൂച്ചി സഭാംഗവും ഞങ്ങളുടെ കുടുംബ സുഹൃത്തുമായ ബഹുമാൻ സ്റ്റീഫൻ ജയരാജൻ കർണാടകയിലെ നെല്ലിയാടിയിൽ ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ വരികയും എൻ്റെ വീട്ടിൽ ഹൃദയസ്പർശിയായ ചർമ്മപ്രസംഗം നടത്തുകയും ഇപ്പോൾ ഇവിടെ സജീവരായിരിക്കുകയും ചെയ്തത് നന്ദി പ്രകാശിപ്പിക്കുന്നു. കോട്ടയം അതിരൂപതയിലെ തിരുവിതാംകൂറിലും മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള വൈദികർ ഇത്തിരി പേര് വന്നിട്ടുണ്ട്. അതുപോലെ തലശ്ശേരി അതിരൂപതയിലെയും കണ്ണൂർ രൂപതയിലെയും വിവിധ സന്യാസങ്ങളിലെയും വൈദികരും പ്രദേശവും ഇന്നലെ ഇന്നുമായി വന്നതിന് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. വിവിധ സന്യാസങ്ങളിലും ഇന്നലെ ഇന്നുമായി വന്നിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും നന്ദി. എൻ്റെ സഹപാഠികളായ വൈദികരിൽ ഇവിടെ വന്നു കേട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട മാത്യു കുരുപ്പിള്ളിൽ, ആൻഡ്രൂസ് തെക്കേല്, ഫാസ് ജോസഫ് ഒറ്റപ്ലാക്കില്, ജോസഫ് പുതുമന എന്നിവർക്കും മുൻ വികാരിമാരും നന്ദി അറിയിക്കുന്ന ഉദീക്ക പുല്ലൂർ പോലെ ഞങ്ങളുടെ കുടുംബത്തിലെ വൈദികപ്പെട്ടവർ കട്ടിയാക്കി ബഹുമാനപ്പെട്ട ജോയി ചെലും മാത്യു ചെലും നന്ദി. ബഹുമാനപ്പെട്ട കേരള ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശ്രീ കെ സി ജോസഫും പേരാവൂരിലെ ശ്രീ സണ്ണി ജോസഫും ഇന്നലെ വൈകിട്ട് വീട്ടിൽ വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു നന്ദി. അച്ചാച്ചൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തനായ വക്താവാണ്. അതേസമയം മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അച്ചാച്ചൻ പൊതുസമ്മതനാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ, സാമൂഹ്യ സംസ്കാര നായകർ, പ്രവർത്തകർ എന്നിവർക്ക് സഹകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞാനിപ്പോൾ സേവനം അനുഷ്ഠിക്കുന്ന മടക്കം ഇടവകയിൽ നിന്നും തൊട്ടുപൂ സേവനം അനുഷ്ഠിച്ച കയ്യാവൂർ വലിയ പള്ളിയിൽ നിന്നും നമ്മുടെ ജില്ലാകളുടെ വാര്യപ്പെട്ടി പറമ്പഞ്ചേരി ഉൾപ്പെടെയുള്ളതായ ഞാൻ സേവനിച്ച എല്ലാ ഇടവകളും വന്നിട്ടുള്ള എല്ലാ ഇടപാടുകൾക്കും ബന്ധപ്പെട്ടവർക്കും അവരെ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം എൻ്റെ സഹോദരി സഹോദരന്മാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാവരെയും, വിശിഷ്യ കോട്ടയം റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥരെയും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഇടവകയായ പയ്യാവൂർ ടൗൺ ഇടവകയിലെ എല്ലാ ഇടപാടുകളെയും വിവിധ സംഘടനാ ഭാരവാഹികളെയും പ്രവർത്തകരെയും നന്ദിയോടെ ഓർക്കുന്നു. അച്ചാച്ചൻ കൂടുതൽ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് വികസിത് ഇപ്പോൾ സംഘടനയിലാണ്. ഈ സംഘടനയിലെ സഹപ്രവർത്തകർ അച്ചാച്ചനെ സ്നേഹിക്കുകയും അച്ചാച്ചൻ ശക്തമായ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. അച്ചാച്ചൻ രോഗാവസ്ഥയിലായിരുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കൂടെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും മരണത്തെ ഒരുക്കുകയും ചെയ്തതിന് വികസിത് ഇപ്പോൾ സംഘടന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുകൊണ്ടാണ് വികസിത് ഇപ്പോൾ സംഘടനയുടെ ആവശ്യഘടന എടുത്തുകൊണ്ട് പള്ളി കയറ്റുന്നു, അവർ മൃതദേഹം കൊണ്ടുവരാൻ അനുവദിച്ചതും അവർ സന്തോഷപൂർവ്വം നിർവഹിച്ചതും. പയ്യാവൂർ മേഴ്സി ആശുപത്രി വികസനത്തെ അച്ചാച്ചനൊത്തിരി ആഗ്രഹിക്കുകയും ആയതുകൊണ്ട് തന്നാലാവുന്ന ത്യാഗം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അച്ചാച്ചന് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ചികിത്സ ലഭിച്ചതും പയ്യാവൂർ മേഴ്സി ആശുപത്രിയാണ്. അവസാന ശ്വാസം വരെയും ഈ പയ്യാവൂർ മേഴ്സി ആശുപത്രിയിലെ എല്ലാ ഡോക്ടർമാരെയും ജീവനക്കാരെയും
ഭരണസമിതി അംഗങ്ങളെയും പ്രത്യേകിച്ച് ഡോക്ടർ സിസ്റ്റർ ശാന്തി, ഡോക്ടർ സിസ്റ്റർ ദീപ എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു. വിദഗ്ധ ചികിത്സ നൽകിയിട്ടുള്ള തളിപ്പറമ്പിലെ പൾമോളജിസ്റ്റ് ഡോക്ടർ മാത്യു ഡോക്ടറെയും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെയും ബാംഗ്ലൂർ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിലെയും തുടങ്ങിയ മറ്റ് ആശുപത്രികളെയും ഡോക്ടർമാരെയും ജീവനക്കാരെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ വിവിധ സ്ഥലത്ത് സഹായിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ അയൽവക്കക്കാരായ നാനാജാതിമതസ്ഥരായ വ്യക്തികൾ വിവിധ തരത്തിൽ സഹായിച്ചുകൊണ്ട് അവർ നന്ദിയോടെ ഓർക്കുന്നു. അച്ചാച്ചൻ്റെ സഹോദരി സഹോദരന്മാർ, അമ്മച്ചിയുടെ മകൾക്ക് കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ബന്ധുമിത്രാദികൾ എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ സഹോദരി സഹോദരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും അച്ചാച്ചൻ നന്നായിട്ട് സ്നേഹിക്കുകയും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രത്യേകം എടുത്തു പറയേണ്ട 2 പേരുണ്ട്. ഇളയ അനുജൻ മാത്യു ജോസഫും അവരുടെ ഭാര്യ മിനിയുമാണ്. മാത്യു കോട്ടയത്തിലെ ജോലിക്കിടയിൽ അവധിക്കും ലീവെടുത്തും പല പ്രാവശ്യം വരികയും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭാര്യ മിനി ലണ്ടനിലെ ജോലി പോലും ഉപേക്ഷിച്ച് അമ്മച്ചിയെയും അച്ചാച്ചനെയും ഒത്തിരി ത്യാഗത്തോടെ സന്തോഷത്തോടെ ശുശ്രൂഷിച്ചു. മിനിക്കും മാത്യുവിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വിവിധ തരത്തിൽ സഹായിച്ച പയ്യാവ് ഉർഭാഭവനിലെ കാരിത്താസ് സെക്രട്ടറിഷിപ്പിലെ സിസ്റ്റേഴ്സിനെയും വിസിറ്റേഷൻ ഗവൺമെൻറ്റിലെ സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. സർവോപരി എല്ലാ കാര്യങ്ങളും സമർത്ഥമായി നേതൃത്വം വഹിക്കുകയും സഹായിക്കുക ഈ പള്ളിയുടെ ഇപ്പോഴത്തെ വികാരി ഏറ്റവും ബഹുമാനപ്പെട്ട ലൂക്കാച്ചനെയും അസിസ്റ്റന്റ് വികാരി മേക്കാട്ട് ബഹുമാനപ്പെട്ട സജി അച്ഛനെയും കപ്പ്യാർ ജോയിയെയും ഡേക്കാരന്മാരെയും മുൻ വികാരിമാരെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ കുടുംബാംഗവും സീനിയർ വൈദികമായ കാക്കനാട്ട് മാത്യുച്ചൻ കൂടെ വരികയും സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുന്നവരുണ്ട്. കാക്കനാട്ട് അച്ഛനെയും അച്ഛനെയും സന്നിധനാണ്. അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ബഹുമാനപ്പെട്ട വികാരിയുടെ അംഗീകാരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കാര്യങ്ങൾ അറിയിക്കട്ടെ. ഈ ബഹുനമസ്കാര കർമ്മത്തിന് ശേഷം ദിവിബലിയും മന്ത്രായും ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അതേസമയം ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് പള്ളിയിൽ വെച്ച് കുർബാനയും തുടർന്ന് 6 മണിക്ക് വീട്ടിൽ വെച്ച് മന്ത്രായും ഉണ്ടായിരിക്കുന്നതാണ്. സ്വന്തക്കാരും ബന്ധുക്കാരും അയൽവക്കക്കാരും ഒരു അറിയിപ്പായി കണക്കാക്കി വീട്ടിലെ 6 മണിക്ക് മന്ത്രായി സംബന്ധിക്കുന്നത് പ്രത്യേകം അറിയിക്കുന്നു. ഈ ബഹുനമസ്കാരത്തെ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവർക്കും പള്ളിയുടെ മുൻവശത്ത് ചായ ക്രമീകരിച്ചിട്ടുണ്ട്. അതേസമയം വൈദികർക്കും സിസ്റ്റേഴ്സിനും വിദൂരങ്ങളിൽ നിന്നും വന്നിട്ടുള്ളതായ അന്മാർക്കും പാരിഷുകളിൽ ഉച്ചയോട് ക്രമീകരിച്ചിട്ടുണ്ട്. അവയിൽ സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോട്ടിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതം അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുവിഹിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായല്ല. നിങ്ങൾ ഇനിയും കയ്യിലേറും. സ്ത്രീ പുരുഷന്മാർ അമ്പലമേള സ്വർഗം തന്നിൽ ദൂരകടക്കെ രാജിക്കുന്നു.
ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമോദീശയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ ഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ജീവപുത്രരുടെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടി കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സ്വപ്പാട് നീ എന്നെ തളിക്കുക, ഞാൻ സമ്പന്നനാകും. ഈ കബറിടം പൗത്രീകരിക്കണമേ. പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതുപോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ നയാസനത്തങ്ങൾ തന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല കരുത്തു അലംഭാഗേ. ഞാൻ ആശ്രയിച്ചു കർത്താവേ, കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയുമേരം നൽകുന്നു. ആകാശവും ഭൂമിയും നിലയാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാമരുടെ പാവങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. ആമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പാപനിക്ക് പൊതി കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ, ഈ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഹമയുടെ സ്വർഗ്ഗത്തിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. പറയത്തവനായി ചിരമതിമാവിൽ മിന്നി വിളങ്ങും മുഖമൊഴുകല്ല വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. വരികളിലേക്കായാലി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക.
നാഥനിൽ നിന്നേതു കേൾക്കും മനുജനഭാഗ്യം. നാട്ടിലണഞ്ഞിടുമന്തിന നാളെ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജന ഭാഗ്യം. ദൈവമേ, എന്റെ പാവങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർത്തുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എനിക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ നിന്നവൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാവങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർത്തുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ആ ശബ്ദം മകനീയമായ ദിവസത്തിൽ നിന്റെ ദാസ്ത്ര ഞങ്ങളെ കാത്തിനെ വിളിക്കുകയും നിന്റെ വലുതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിവാദി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷ മരണങ്ങളുടെ ഇവരെ മഹിമയോട് കൂടി ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരായ എന്നേക്കും. അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയ സാമ്രാജ്യമാകുന്ന അവസരത്തേക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃഗസംസ്കാരത്തിൽ സഹകരിച്ച് ആളെ ബഹുമാനം ചെയ്ത നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലിപ്പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി. സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലിപ്പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. പ്രിയരെ, നിങ്ങൾ കരയരുദേവം. പരിശുദ്ധാത്മൻ തള്ളില്ലെന്നെ. തൻ്റെ വിശുദ്ധർ അഴുകി ദ്രവിക്കാൻ അനുമതീശൻ അരുളുകയില്ല. ഇടയനു പിന്നിൽ അജഗണമായി പുതിയൊരു സീയോൻ പൂകിടുമേ.
ഇടയനു പിന്നിൽ അജഗണമായി പുതിയൊരു സീയോൻ പൂകിടുമേ. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. ഭൂവിലെ വാസം ഒരു നിഴൽ മാത്രം, മൃതിയോ മോക്ഷം പകരും വഴിയും. സുരലോകത്തിൻ ഭാഗ്യമതോർത്താൽ കരയാനിനിയും കാരണമില്ലേ. തിരുവചനത്തിൻ തിലകമണിഞ്ഞ് പുനരുത്ഥാനം നേടിയിടുമേ. തിരുവചനത്തിൻ തിലകമണിഞ്ഞ് പുനരുത്ഥാനം നേടിയിടുമേ. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി. സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ.